الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله أنا സ്നേഹനിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലും ഇഷ്ടത്തിലും ജീവിക്കാൻ അവനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഖുതുബയിൽ മുഅ്മിനീങ്ങളെ ഉണർത്താനുള്ളത്, ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ ഒരഭിവാജ്യ ഘടകമാണ് നമ്മുടെ സമ്പത്ത്. നമ്മൾ അധ്വാനിക്കുന്നു, രാവിലെയും പകലും വ്യത്യാസമില്ലാതെ നമ്മൾ അധ്വാനിക്കുന്നു സുഖകരമായ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് അല്ലാഹു കൽപ്പിച്ചതാണ്, അല്ലാഹുവിൻ്റെ റസൂല് കൽപ്പിച്ചതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു കഴിവുകൾ നൽകിയിട്ടുണ്ട്, ശേഷികൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കുന്നു, സമ്പാദിക്കുന്നു. ആ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളത്, ബർക്കത്ത് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എത്ര അധ്വാനിച്ചിട്ടും നമ്മുടെ ജീവിതത്തിന് സുഖകരമായ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, പ്രയാസം, ബുദ്ധിമുട്ട്. എത്ര സമ്പാദിക്കുന്നുണ്ട്, എത്ര ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതെ ബാക്കിയാകുന്നു എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെയും പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രയാസമാണ്. ഓരോ ദിവസവും അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, നടക്കുന്നില്ല, സമ്പത്ത് തികയുന്നില്ല എന്നുള്ളൊരു പരാതി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവിലുള്ള ജീവിതം
നിശ്ചയിച്ചതാണ്. എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ നിഅമത്തുകൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ആസ്വദിക്കണം, ഉപയോഗപ്പെടുത്തണം, ഒക്കെയും അള്ളാഹു തീരുമാനിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീർഘമായ ഹദീസിൽ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്, മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു. അതിനുശേഷം അള്ളാന്റെ റസൂൽ പറഞ്ഞു, ثُمَّ يُبْعَثُ إِلَيْهِ الْمَلَكُ, പിന്നെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. فَيُؤْذَنُ بِأَرْبَعِ كَلِمَاتٍ, ആ മലക്കിന് അല്ലാഹു അനുവാദം കൊടുക്കും 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ. ഓരോരുത്തരും ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അള്ളാഹു നിശ്ചയിച്ച തീരുമാനിച്ച ആ 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ആ മലക്കിന് അള്ളാഹു അനുവാദം കൊടുക്കും. ഫയുക്തബു റിസ്ഖുഹു വഅജലുഹു വഅമലുഹു, അവന്റെ റിസ്ഖ് അവിടെ രേഖപ്പെടുത്തപ്പെടും. മരണം വരെ അവൻ എങ്ങനെയൊക്കെ ജീവിക്കണം, ഏതൊക്കെ നിഅമത്തുകൾ അവൻ ആസ്വദിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം, അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. അതാണ് ദുനിയാവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ആഖിറത്തെ മറന്ന് ദുനിയാവിന്റെ പിറകെ പോയിട്ട് ദുനിയാവ് മാത്രം ആഗ്രഹിച്ച് എത്ര അധ്വാനിച്ചാലും എന്താണോ അള്ളാഹു നിശ്ചയിച്ചത് അത് മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദുനിയാവ് വരുള്ളൂ. പക്ഷെ ആഖിറം അങ്ങനെയല്ല. ആഖിറത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ പരിശ്രമിച്ചോ, നിങ്ങൾ മുന്നിട്ടിറങ്ങിക്കോ, നിങ്ങൾ എത്രമാത്രം അധികരിപ്പിക്കുന്നുവോ അത്രമാത്രം അധികരിപ്പിച്ച് അള്ളാഹു നിങ്ങൾക്ക് ആഖിറം നൽകും. അതാണ് ആഖിറവും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം. അവന്റെ റിസ്ക്, ഉപജീവനം, അവന്റെ ജീവിതത്തിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ഉപയോഗിക്കേണ്ടത് എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വഅജലുഹു വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ആയുസ്സും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിലൊന്ന് കുറയുകയോ ഒന്ന് കൂടുകയോ ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം മാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നീ അറിയണം നിന്റെ ജീവിതത്തിൽ ലഭിച്ചത്, നിനക്ക് കിട്ടിയത്, ലം യകുൻ ലിയുഖ്തിഅക, അതൊരിക്കലും നിനക്ക് നഷ്ടപ്പെടേണ്ടതല്ല, അത് അല്ലാഹു നിശ്ചയിച്ചതാണ്. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്ക് കിട്ടാതെ പോയത്, നിനക്ക് നഷ്ടപ്പെട്ടത്, എന്തായാലും ഉപജീവന മാർഗത്തിന്റെ ഏത് രീതിയിലാണെങ്കിലും നിനക്ക് കിട്ടാതെ പോയത്, ലം യകുൻ ലിയുസീബക, അത് നിനക്ക് കിട്ടേണ്ടതല്ല. ആ രീതിയിൽ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസം, ആ ഒരു യഖീന് അത് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം വേണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ കിട്ടിയോ അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, കിട്ടാതെ പോയത്, അതെനിക്ക് കിട്ടേണ്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലാണ് തീരുമാനിച്ചത്. ആ ഒരു ഖദറിലുള്ള വിശ്വാസമാണ് ഒരു മുഅ്മിനിനെ ഏത് സാഹചര്യത്തിലും ഉറപ്പോടെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. മുഅ്മിന് പ്രയാസമില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ മുഅ്മിന് അവന്റെ മനസ്സ് അസ്വസ്ഥമാവുകയില്ല, പ്രയാസപ്പെടുകയില്ല. കാരണം ഈ ഒരു വിശ്വാസം അവനെ ദൃഢപ്പെടുത്തുന്നു, അവനെ ശക്തിപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം, നീ അറിയണം, അന്നൽ ഖലായിഖ ലബിജ്തമഉ അലാ അൻ യുഅതൂക ശൈഅ, മാലോകർ ഒരുമിച്ച് കൂടി, എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയിട്ട് നിനക്ക് എന്തെങ്കിലും തരാൻ തീരുമാനിച്ചാൽ, ലം യുരിദില്ലാഹു അൻ യുഅതിയക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ലം യഖ്ദിറു അലൈഹി, അവർക്കത് നിനക്ക് തരാൻ അവരെ കൊണ്ട് സാധ്യമല്ല. ലോകത്തെല്ലാവരും തീരുമാനിച്ചു നിനക്കൊരു ഖൈർ ചെയ്യാൻ, നിനക്കൊരു കാര്യം നൽകാൻ. പക്ഷെ അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് അത് സാധ്യമല്ല. നേരെ തിരിച്ച്, വലവിജ്തമഉ അൻ യസ്രിഫു അൻക ശൈഅൻ, ഇനി നിനക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം തടയാൻ മാലോകർ ഒരുമിച്ച് കൂടി തീരുമാനിച്ചാലും, അറാദല്ലാഹു അൻ യുസീബക ബിഹി, അത് നിനക്ക് ബാധിക്കാൻ, നിനക്ക് ലഭിക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ലം യഖ്ദിറു അലാ ദാലിക, അത് തടയാൻ മാലോകരെ കൊണ്ട് സാധ്യമല്ല. സഹിഹായ ഹദീസാണ്. ഇതാണ് നമ്മുടെ ഖദറിലുള്ള വിശ്വാസം. ഈ ഒരു വിശ്വാസമാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും ഒരു മുഅ്മിൻ എപ്പോഴും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അവൻ തളരൂല.
ഒരു മുവഹിദ് ഒരു പ്രയാസഘട്ടത്തിലും തളരൂല, എപ്പോഴും ഉറച്ച് പാറ പോലെ ഉറച്ചു നിൽക്കും അവന്റെ ദീനിൽ. കാരണം ഈ ഒരു വിശ്വാസം അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ വേണം. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദുനിയാവിന്റെ ജീവിതോപാധികൾ നാം ചിന്തിക്കുമ്പോൾ, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു വിചാരം, ഈ ഒരു യഖീന് നമ്മുടെ ഹൃദയത്തിൽ വേണം. ഇനി അള്ളാഹു നൽകിയതിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം, അത് അധികരിപ്പിക്കാൻ. അതാണ് ബർക്കത്ത്. അള്ളാഹു നൽകിയത് അത് പ്രയാസമില്ലാതെ ഉപയോഗിക്കാൻ കഴിയണം. മാസ വരുമാനമുള്ള ഒരാള്, മാസത്തിൽ അവനടുക്ക് വരുമാനമുണ്ട്. ആ വരുമാനം അള്ളാഹു എത്രയാണോ നിശ്ചയിച്ചത് അതേ അവന് കിട്ടൂ. പക്ഷെ അതിൽ ബർക്കത്ത് ഉണ്ടാകാൻ അവൻ പ്രയത്നിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ബർക്കത്ത് ഉണ്ടായാൽ ആ വരുമാനം മതി അവന് സുഖകരമായിട്ട് ജീവിക്കാം, പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ. ആ കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അതാണ് ബർക്കത്ത്, അധികമായി ലഭിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാര് നമ്മുടെ ഉള്ള സമ്പത്തില്, നമ്മുടെ ദുനിയാവിന്റെ ജീവിതോപാധികളിൽ ബർക്കത്ത് ലഭിക്കാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാ രീതിയിലും ബർക്കത്തുകൾ കൊണ്ട് അള്ളാഹു പൊതിയും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണത്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, വലൗ അന്ന അഹ്ലൽ ഖുറ, ആ ഗ്രാമവാസികളാണെങ്കിൽ, ആമനു വിശ്വസിച്ചവരാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ, അവരുടെ തൗഹീദുകൾ ശരിയാക്കി യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് അവരെങ്കിൽ, വത്തഖൗ, തൗഹീദ് ശരിയാക്കുകയും വത്തഖൗ, തഖ്വയുള്ളവരുമാവുകയും ചെയ്തു, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ, ഹറാം ഹലാലുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ബർക്കത്തിന്റെ വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കും. അതാന്റെ വാക്കാണത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദീനനുസരിച്ചുള്ള ജീവിതമാണ്, അള്ളാഹുവിനെ പേടിച്ചുള്ള ജീവിതമാണ്. നമ്മുടെ അഖീദ ശരിയാക്കുക, നമ്മുടെ തൗഹീദ് ശരിയാക്കുക. രണ്ടാമത്തേത് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുക, ഹറാം ഹലാലുകൾ ശ്രദ്ധിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാവുക. അങ്ങനെയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ബർക്കത്തിന്റെ വാതിലുകൾ നാം നിങ്ങൾക്ക് തുറന്നു നൽകും. അള്ളാഹിന്റെ വാഗ്ദാനം. അതുകൊണ്ട് തഖ്വയുള്ളവരാവുക, സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുക. വേറൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. അല്ലാഹുവിന്റെ വാക്കാണ്. വമൻ യത്തഖില്ലാഹ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, ജീവിതത്തിൽ ഹറാം ഹലാൽ വേർതിരിച്ച് മനസ്സിലാക്കി അല്ലാഹുവിനെ പേടിക്കുന്നവരാര്, യജ്അൽ ലഹു മഖ്റജ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു വിടുതി അല്ലാഹു അവന് കാണിച്ചു കൊടുക്കും, ഒരു പരിഹാരം അല്ലാഹു അവന് നൽകും. ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസമാണെങ്കിലും, സാമ്പത്തികമാണെങ്കിലും ആരോഗ്യപരമാണെങ്കിലും സാമൂഹ്യപരമാണെങ്കിലും, ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ടാണോ അവന് ബുദ്ധിമുട്ടുന്നത്, അവൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ, തഖ്വയെ മുൻനിർത്തി ജീവിക്കുന്നവനാണെങ്കിൽ, യജ്അൽ ലഹു മഖ്റജ, അതിൽ നിന്നുള്ളൊരു പരിഹാരം അള്ളാഹുവിന് ചെയ്തു കൊടുക്കും. അള്ളാഹിന്റെ വാഗ്ദാനാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. ആ പ്രയാസങ്ങളിൽ നിന്ന് പരിഹാരം കാണുക മാത്രല്ല, വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രീതിയിൽ, അവൻ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അള്ളാഹു അവൻ ഉപജീവന മാർഗം മുന്നോട്ടിട്ട് കൊടുക്കും. അവന്റെ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകും. അവന് പോലും തിരിയാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് കൊടുക്കുമെന്ന് അള്ളാഹിന്റെ വാക്കാണ്, അള്ളാഹിന്റെ വാഗ്ദാനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാവുക. ഉള്ള സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. 5 വഖ്ത് നിസ്കാരം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫർദ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹുവിന്റെ വാക്കാണ്. നിസ്കാരത്തെ കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കുക, വസ്തബിർ അലൈഹാ, അതിൽ ക്ഷമിച്ച് നിൽക്കുക.
ഏത് സമയത്തും കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കുക. 5 വക്ത് നിസ്കാരം അതിൻ്റെ സമയബന്ധിതമായിട്ട് അത് നിർവഹിക്കുക. ലാ നസ്അലുക റിസ്ഖ, അല്ലാഹുവിന്റെ വാക്കാണ് മനുഷ്യരോട്, നാം നിങ്ങളോട് ഒരിക്കലും റിസ്ഖ് ആവശ്യപ്പെടുന്നില്ല. അള്ളാഹു ഒരിക്കലും അങ്ങോട്ട് നമ്മോട് സമ്പത്തോ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. നഹ്നു നർസുഖുക, നാം ആണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനനുസരിച്ചുള്ള ദീനനുസരിച്ചുള്ള നല്ല ജീവിതം നാം നയിക്കുകയാണെങ്കിൽ, തഖ്വയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ഉള്ള സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. അത് എത്ര ചെറുതാണെങ്കിലും സുഖകരമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. കടം കൂടൂല. മാസാവസാനാകുമ്പോഴേക്കും മനസ്സിന് പ്രയാസമുണ്ടാകുന്ന, ഭാരമുണ്ടാകുന്ന കടക്കണക്കുകൾ എഴുതേണ്ടി വരൂല, അള്ളാഹുൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ രണ്ടാമത്തത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ നിത്യമായിട്ട് വീട്ടിൽ നിന്നും പാരായണം ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുക, പാരായണം ചെയ്യുക. ഫഇന്ന അഖ്ദഹാ ബർക്കത്തുൻ, ആ സൂറത്തിനെ മുറുകെ പിടിക്കൽ, അതിനെ സ്വീകരിക്കൽ, അത് നിങ്ങൾക്ക് ബർക്കത്താണ്. അത് വീട്ടിൽ ബർക്കത്തുണ്ടാകും. വീട്ടിൽ പ്രയാസങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടാകൂല. നല്ല സമൃദ്ധി ആയിരിക്കും. ഉള്ള സമ്പത്തിൽ സുഖകരമായിട്ട് നല്ല ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയും. സൂറത്തുൽ ബഖറ നിത്യമായി വീട്ടിൽ പാരായണം ചെയ്താൽ. ആ സൂറത്തിനെ ഒഴിവാക്കൽ, അതിനെ പാരായണം ചെയ്യാതെ മാറ്റി നിർത്തൽ, ഹസ്റത്തുൻ, പരാജയത്തിന്റെ അടയാളമാണ്. അവന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ അടയാളമാണ് സൂറത്തുൽ ബഖറ ഒഴിവാക്കി മാറ്റി നിർത്തൽ. നമ്മുടെ വീടുകളിൽ എപ്പോഴും സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ബർക്കത്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, കുടുംബബന്ധം ചേർക്കുക, ബന്ധങ്ങൾ നന്നാക്കുക. പ്രിയപ്പെട്ടവരെ, വലിയ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിച്ചതാണ് ബന്ധങ്ങൾ നന്നാക്കാൻ. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരന്മാരായിട്ടുള്ള ബന്ധം, മറ്റുള്ള കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ദീനിൽ ഇസ്ലാം വലിയ ഗൗരവത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫല്യസിൽ റഹിമഹ്. ആരെങ്കിലും അവന്റെ റിസ്ഖിൽ വിശാലത ലഭിക്കാൻ, റിസ്ഖിൽ ബർക്കത്ത് ലഭിക്കാൻ, കിട്ടിയ സമ്പത്തിൽ ബർക്കത്ത്, സുഭിക്ഷമായിട്ട് ജീവിക്കാൻ, പ്രയാസങ്ങളില്ലാതെ, അല്ലലുകളില്ലാതെ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയില്ലാതെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ ഫല്യസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. ബന്ധങ്ങൾ മുറിക്കാൻ പാടില്ല, ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല. പരസ്പരം സന്ദർശിക്കുക, പരസ്പരം ഹദിയകൾ, സമ്മാനങ്ങൾ കൈമാറുക, ദുആ ഉൾക്കൊള്ളിക്കുക, ഓർമ്മിക്കുക. ഇതാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. എത്ര പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും അതൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുക. അത് നിങ്ങൾക്ക് ബർക്കത്ത് നൽകാൻ കാരണമായി തീരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, സദഖ അധികരിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തും മിൻ മാലിൻ, ഒരു സദഖയും അതിൻ്റെ ആളുടെ സമ്പത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. നിങ്ങളത് വിചാരിക്കണ്ട, ഒരു വിചാരം വേണ്ട. ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്, ഇത്ര സമ്പത്ത് കുറഞ്ഞല്ലോ എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വേണ്ട. മറിച്ച് ഒരു സദഖയും അവന്റെ ആ കൊടുത്ത ആളുടെ സമ്പത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് റസൂൽ പറഞ്ഞ വാക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. എല്ലാ പ്രഭാതത്തിലും രാവിലെയും സുബ്ഹിന്റെ സമയത്ത് 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമാ, ആ 2 മലക്കുകളിൽ ഒരു മലക്ക് അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആൾക്കാർക്ക് അല്ലാഹു നീ പകരം നൽകണേ എന്ന മലക്ക് ദുആ ചെയ്യും. എല്ലാ പ്രഭാതത്തിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആൾക്കാർക്ക് അല്ലാഹു നീ പകരം നൽകണം. ആ ചിലവഴിക്കല് എത്ര കുറച്ചാണെങ്കിലും അതിന്റെ ദുആ ഉത്തരം കിട്ടുന്നതാണ്. കുറേ കൊടുക്കണമെന്നില്ല. എന്താണ് ഉള്ളത് അതിൽ ചെറിയൊരു ഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ മതി. അതിന് പകരം കിട്ടാൻ മലക്കിന്റെ ദുആ ഓരോ ദിവസവും അവനുണ്ടാവും.
മലക്കുൻ ആഖർ, ആ സമയത്ത് മറ്റേ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവൻ, നിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ, അവന് നീ നഷ്ടം സംഭവിക്കണേ എന്നുള്ളത് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അപ്പം സദഖകൾ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ട്, നമ്മുടെ സമ്പത്ത് അധികരിക്കും. അത് ഒരിക്കലും സദഖ കൊടുത്താൽ സമ്പത്ത് കുറയുമെന്നൊരു ചിന്ത സഹോദരന്മാരെ നമുക്ക് വേണ്ട. കൂടുകയേ ഉള്ളൂ. എത്ര കൊടുക്കുന്നു അതിനനുസരിച്ച് കൂടും. അത് അള്ളാന്റെ വാഗ്ദാനമാണ്. ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു സദഖയുടെ വർധനവ് അള്ളാഹു പല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയാണോ കൊടുക്കുന്നതിന്റെ ഇരട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു തരും. അതുകൊണ്ട് ഒരിക്കലും സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിൽ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് ഒഴിവാക്കരുത്. എത്ര കുറവാണെങ്കിലും അത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക, നല്ല നീയത്തിൽ കൊടുക്കുക, ഇഖ്ലാസോടുകൂടി കൊടുക്കുക. അള്ളാഹു നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങൾ എത്ര കൊടുക്കുന്നു, എത്ര വലുതാണെന്നല്ല അള്ളാഹു നോക്കുന്നത്. പക്ഷെ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ ഇഖ്ലാസിലേക്കാണ്. എത്ര കുറച്ചാണെങ്കിലും ഇഖ്ലാസോടുകൂടി അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. നമ്മുടെ സമ്പത്തിലെ ബർക്കത്തുണ്ടാവും. അഞ്ചാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ, നിരന്തരമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും നിരന്തരമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജ, അവന്റെ ജീവിതത്തിൽ എല്ലാ ഇടുക്കത്തിൽ നിന്നും അള്ളാഹു അവന് പരിഹാരം കാണിച്ചു കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടാറില്ല, സമ്പത്തില്ലാതെ, പൈസ ഇല്ലാതെ. ചില സന്ദർഭങ്ങളിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ജീവിതത്തിൽ. അതാണ് മിൻ കുല്ലി ലീഖിൻ, ലീഖ് എന്ന് പറഞ്ഞാൽ ഇടുക്കം. ആരോടൊന്നും പറയാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, മാനസികമായിട്ട് തളരുന്ന ഒരവസ്ഥ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ അതുണ്ടാവും. അതാണ് ലീഖ്, മനസ്സ് ഇടുങ്ങിപ്പോകുന്ന പ്രയാസം. സ്വന്തം ഭാര്യയോട് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്നവരുണ്ട് സമ്പത്തില്ലാത്തത് കൊണ്ട്. അതാണ് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ കുല്ലി ലീഖിൻ മഖ്റജ, അവന്റെ ജീവിതത്തിൽ എല്ലാ ഇടുക്കത്തിൽ നിന്നും അള്ളാഹു അവന് പരിഹാരം കാണും ഇസ്തിഗ്ഫാർ നിരന്തരമായി ചെയ്താൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100-ൽ കൂടുതൽ പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. നിരന്തരമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അത് മാത്രമല്ല വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, ഹമ്മ് എന്ന് പറഞ്ഞ മാനസിക പിരിമുറുക്കം, മാനസിക അസ്വസ്ഥത. സമ്പത്തില്ലാതെ കടം കയറി, ഒരു ഭാഗത്ത് കടം കൂടുന്നു, മറുഭാഗത്ത് ചെലവ് അധികരിക്കുന്നു, സമ്പത്ത് വരല് കുറവ്, ഇതൊക്കെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ. മാനസിക പിരിമുറുക്കം, ദീനില്ലാത്തവൻ, ഈമാനില്ലാത്തവൻ, ഖദറിൽ വിശ്വാസമില്ലാത്തവൻ ജീവിതം അവസാനിപ്പിക്കുന്നു പല രീതിയിൽ. പക്ഷെ മുഅ്മിൻ എപ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവനാണ്, അള്ളാഹുവിൽ ശുഭ പ്രതീക്ഷയുള്ളവനാണ്. ഹുസ്നുൽ ദന്നി ബില്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷയുണ്ട് ആ മുസ്ലിമിന്. അള്ളാഹുവിന്റെ ഖദറിൽ പൂർണ്ണമായ യഖീനുണ്ട്. മുവഹിദാണ് അവൻ, അവനൊരിക്കലും പ്രയാസപ്പെടില്ല, തളരൂല. കാരണം അള്ളാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാവിധ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും അള്ളാഹു അവന് വഴി തുറന്നു കൊടുക്കും. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ പോലും വിചാരിക്കാത്ത രീതിയിൽ, അവൻ പോലും നിനക്കാത്ത രീതിയിൽ അള്ളാഹു അവന് ഉപജീവന മാർഗം നൽകിക്കൊണ്ടേയിരിക്കും. എല്ലാ വഴികളും അടഞ്ഞു, ഇനി എനിക്ക് മുമ്പോട്ടൊരു വഴിയില്ല എന്ന് പ്രയാസപ്പെട്ട് തകർന്നിരിക്കുന്ന സമയം അവന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കും. അതാണ് മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ പോലും വിചാരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് നൽകുമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. സഹോദരന്മാരെ, ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ നിരന്തരമായി കൊണ്ട് നടക്കുക. ഏത് സമയത്തും ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ലഭിക്കും. ആറാമത്തെ കാര്യം, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, റസൂലിന്റെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, മകനെ നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ, നിന്റെ മാതാപിതാക്കളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫസല്ലിം, നീ അവരോട് സലാം പറയുക.
യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, അത് നിനക്കും നിന്റെ കുടുംബക്കാർക്കും ബർക്കത്താണ്. വീട്ടിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും, ബർക്കത്തുണ്ടാവും. പ്രയാസങ്ങളും അലതല്ലലും നിരാശയും നിരാശ പറയലൊന്നും ഉണ്ടാവില്ല. വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങും സമാധാനമായിരിക്കും, ബർക്കത്തായിരിക്കും. വീട്ടിൽ കയറുമ്പോൾ സലാം പറയുക, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സലാം പറയുക. മക്കളെ അത് ശീലിപ്പിക്കുക, മാതാപിതാക്കളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. സലാം പറയണം, ആ ശീലം ഉണ്ടാക്കണം. ഒച്ചത്തിൽ സലാം പറയണം. അത് മാതാപിതാക്കൾ മടക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. അത് ബർക്കത്താണ് വീട്ടിലുള്ളവർക്കും ആ സലാം പറയുന്നവർക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച കാര്യമാണ്. ഏഴാമത്തെ കാര്യം, ഹലാലായ രീതിയിൽ സമ്പാദിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഹറാമോ ഹലാലൊക്കെ നോക്കാതെ ലാഭം മാത്രം കൊതിച്ചിട്ട് സമ്പാദിക്കുന്നവരുണ്ട്. ആ സമ്പാദം ഒരിക്കലും ബർക്കത്തുണ്ടാവില്ല. അത് ഈ വഴിയിൽ വരും, വേറെ വഴിയിൽ ചിലവോ. അത് ആസ്വദിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അതാണ് ബർക്കത്തില്ലായ്മ. ഹലാലായ രീതിയിൽ മാത്രം സമ്പാദിക്കുക. അതെത്ര കുറച്ചാണെങ്കിലും അതിൽ അല്ലാഹു ബർക്കത്ത് നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു, അയ്യുൽ കസ്ബി അത്യബ്, അല്ലാഹുവിന്റെ റസൂലെ, ഏത് സമ്പാദന രീതിയാണ് ഏറ്റവും പരിശുദ്ധമായത്, ബർക്കത്തുള്ളത് ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, ഒരാൾ തൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ്. ആരെയും പറ്റിക്കാതെ, വഞ്ചിക്കാതെ, ചതിക്കാതെ. എന്താണോ അള്ളാഹു വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു കഴിവുകൾ നൽകിയിട്ടുണ്ട്, ആരോഗ്യ രീതി നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് അധ്വാനിച്ച്, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവൻ. നമ്മുടെ ജോലിയിൽ ഒരിക്കലും നാം തട്ടിപ്പെടുത്താൻ പാടില്ല, കളവ് നടത്താൻ പാടില്ല. ഇപ്പം സമയബന്ധിതമായ ജോലിയാണെങ്കിൽ സമയം കൃത്യമായിരിക്കണം. ആ സമയത്തിൽ കളവ് നടത്തുന്നവർ, തട്ടിപ്പ് നടത്തുന്നവർ, അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമിന്റെ സമ്പാദ്യമാണ്. അത് മക്കളെ തീറ്റിക്കുന്നത് ഹറാമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ജോലിക്കാർ ശ്രദ്ധിക്കണം. അവന്റെ ജോലി സമയം കൃത്യമായിരിക്കണം. ജോലി എടുക്കേണ്ട, ആരെയും വഞ്ചിച്ചിട്ട്, ആരെയും പറ്റിച്ചിട്ട് എത്ര സമ്പാദ്യം ഉണ്ടാക്കിയാലും അതിൽ ബർക്കത്തുണ്ടാവില്ല. അത് ആസ്വദിക്കാൻ അവനോ അവന്റെ കുടുംബത്തിനോ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഏറ്റവും നല്ല സമ്പാദന രീതി എന്ന് ചോദിച്ചപ്പോ അമലുർ റജുലി ബിയദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന സമ്പത്ത്. അതുപോലെ തന്നെ വകുല്ലു ബൈഇൻ മബ്റൂർ, വഞ്ചനയില്ലാത്ത, ചതിയില്ലാത്ത കച്ചവടം, നല്ല കച്ചവടം, അതിൽ അല്ലാഹു ബർക്കത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ, അത് കച്ചവടമായിട്ടുള്ള ചില മസ്അലകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇൻ സദഖ, ആ കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ, വാങ്ങുന്നവനും വിൽക്കുന്നവനും, ഫഇൻ സദഖ, സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ വബയ്യന, എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ, വിൽക്കുന്ന വസ്തുവിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് പറഞ്ഞത് പരസ്യപ്പെടുത്തുന്നവനാണെങ്കിൽ, ബൂരിക ലഹുമ, അവർക്ക് രണ്ടാൾക്കും ആ കച്ചവടത്തിൽ ബർക്കത്ത് നൽകപ്പെടും. നല്ല സത്യസന്ധമായ രീതിയിൽ കച്ചവടം നടത്തുന്നവർ, അവർക്ക് ആ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. വഇൻ കതമ വകദിബ, ഇനി ന്യൂനതകൾ മറച്ചു വെച്ച്, വഞ്ചിച്ചതി, കളവ് പറഞ്ഞ് വഞ്ചിച്ചാണ് ആ കച്ചവടം നടത്തിയതെങ്കിൽ, മുഹിക്കത്ത് ബറകത്തു ബൈഇഹിമ, ആ കച്ചവടത്തിന് ബർക്കത്ത് ഇല്ലാതാകും. മറ്റുള്ളവരെ പറ്റിച്ച്, കളവ് പറഞ്ഞ്, വസ്തുവിലുള്ള ന്യൂനതകൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ കച്ചവടം നടത്തുന്നതെങ്കിൽ ഒരിക്കലും ആ സമ്പത്ത് നിങ്ങൾക്ക് ഉപകരിക്കൂല, അതിന്റെ ബർക്കത്ത് ഇല്ലാതാകും. കൊണ്ട് ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്ത് നൽകും. സ്വസ്ഥമായി, സമാധാനത്തോടെ, സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. മറ്റൊരാൾക്ക് മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അല്ലാഹുവിൽ മാത്രം അർപ്പിച്ച് ജീവിക്കുന്ന മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു ദംബി അഅ്ളം,
അള്ളാഹുവിന്റെ റസൂലെ ഏറ്റവും വലിയ പാതകം ഏതാണ്, ഏറ്റവും വലിയ ഹറാം ഏതാണ്, ഒരാളുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചവനായിരിക്കെ ആ അള്ളാഹുവിന് നീ തുല്യന്മാരെ നിയോഗിക്കലാണ്, അള്ളാഹുവിന് തുല്യനായിട്ട് നീ വേറൊരാളെ കാണലാണ്. അഥവാ ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റ് അത് ശിർക്കാണ്. അള്ളാഹുവിന് സമന്മാരെ കാണുക, തുല്യന്മാരെ കാണുക. അള്ളാഹു രോഗം നൽകുന്നു, അള്ളാഹു രോഗം ശിഫയാകുന്നു. അള്ളാഹു അല്ലാത്തൊരാൾ രോഗം നൽകുകയും രോഗം ശിഫയാക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് പകരക്കാരനെ നിശ്ചയിക്കലാണ്. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒന്നും ചലിക്കുന്നില്ല, അനങ്ങുന്നില്ല. അള്ളാഹു അല്ലാത്തൊരാൾ രോഗം നിയന്ത്രിക്കുന്നുണ്ട്, സൂര്യനക്ഷത്രങ്ങളെ, ആകാശങ്ങളെ, ഭൂമികളെ അവൻ നിയന്ത്രിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന് പകരക്കാരനെ നിശ്ചയിക്കലാണ്, അള്ളാഹുവിന് തുല്യന്മാരെ നിശ്ചയിക്കണം. അത് ശിർക്കാണ്. ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ ആരുടെ ജീവിതത്തിലും സംഭവിക്കാം ശിർക്ക്. പ്രവാചകന്മാരല്ലാത്ത മറ്റാരുടെ ജീവിതത്തിലും ശിർക്ക് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നത്. ഒന്ന്, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. കാലാകാലത്തേക്ക് സ്വർഗം അവന് നിഷിദ്ധമാണ്. നമ്മൾ മറ്റെന്ത് തെറ്റ് ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് അള്ളാഹുവിന്റെ മശിയത്തിന്റെ കീഴിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ കീഴിലാണ്. എന്നാൽ ആഖിറത്തിൽ ചിലപ്പോൾ അള്ളാഹു പുറത്തുതരാം. അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ചിലപ്പോൾ അള്ളാഹു പുറത്തു നിന്നിട്ട് സ്വർഗത്തിലേക്ക് വിടും. ചിലപ്പോൾ അള്ളാഹു ശിക്ഷിക്കും. ശിക്ഷ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് അവൻ മുവഹിദാണെങ്കിൽ, പക്ഷെ അവന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലം അവൻ സ്വർഗം നിഷിദ്ധമാണ്. രണ്ടാമത്തത്, അവൻ കാലാകാലം ചെന്ന് കിടക്കേണ്ടത് നരകത്തിലാണ്. ഒരിക്കലും മോചനമില്ല അവന്. സഹോദരന്മാരെ, വലിയ രീതിയിൽ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ താക്കീതാണത്. ജീവിതത്തിലെങ്ങാനും ചെറിയ രീതിയിലെങ്കിലും ശിർക്ക് സംഭവിച്ചാൽ ഈ 2 കാര്യങ്ങൾ അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. ഒന്ന്, കാലാകാലം സ്വർഗം നിഷിദ്ധമാണ്. 2, കാലാകാലം അവൻ നരകത്തിലാണ്, ഒരിക്കലും മോചനമില്ലാത്ത നരകത്തിലാണ്. മൂന്നാമത്തത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശിർക്ക് മാപ്പാക്കൂല. എന്നാൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ വലിയ പാപങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടാവും, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 100 ആളെ കൊന്ന ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുത്തു. ജീവിതം മുഴുവൻ തെറ്റുകൾ ചെയ്ത് ഒരു നന്മയും ചെയ്യാത്ത ഒരാൾ, ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാത്ത ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുത്തു. അള്ളാഹിന്റെ അടുക്കലാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത് വിശാലമാണ്, അള്ളാഹിന്റെ മഗ്ഫിറത്ത് അത് വിശാലമാണ്, അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ ശിർക്ക് ചെയ്ത ഒരാൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നവർക്കുള്ള താക്കീതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക. ദഅവത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഹക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഈ കാര്യം ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദായി മുത്തഖിയായി ജീവിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും ഉടമസ്ഥാനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.